വികലാംഗ പാർക്ക് വരെ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ ആരുമില്ല. പിന്നീട് ചേച്ചനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സോറി, ഞങ്ങൾ അടുത്ത വീട്ടുകാരാണ്, അത് നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ശ്രീജന് പേരെ വിളിക്കാറില്ല. അപ്പോൾ ഇത്രയും കാലം എനിക്ക് എന്നെ പോലെയുള്ളവർക്ക് ദൈവം ആയുസ് തന്നു. ഇനി എത്ര കാലം ആയുസ് തരുമെന്ന് അറിയില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ മകളാണ് കൂടെ ഉള്ളത്, വികലാംഗയാണ്. അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും, പാട്ട് പാടുകയും കവിത എഴുതുകയും ചെറുപ്പത്തിലെ അങ്ങനെ ഒരു സ്റ്റേറ്റിലൊക്കെ പോയിട്ട് സമ്മാനമൊക്കെ മേടിച്ച കുട്ടിയാണ്. അതാണ് ഓരോരുത്തരുടെ വിധി. അപ്പം ഞാൻ കുറേ കാലം ഇവിടെ നോക്കി, ശരീരം തളർന്നു പോയി. അതിന് കാരണം കൊറോണ തന്നെ. ഗൾഫിൽ നിന്ന് വന്നവർക്കൊക്കെ കൊറോണയാണെന്ന് പേടിച്ചിട്ട് ആരും തന്നെ വീട്ടിലേക്ക് കയറിയില്ല, അയൽക്കത്തേരാരും. പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു സരോജിനിയമ്മ സ്ത്രീയുണ്ട്. അവർ ചെറുപയറൊക്കെ വെച്ചിട്ട് വാതിക്കെ കൊണ്ടുവച്ച് തട്ടിയിട്ട് പോകും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, വേറെ നീ പേടിക്കണ്ട, എനിക്ക് കൊറോണ ഇല്ല, തമ്മിൽ കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആ ശരീരം തളർന്നു പോയി. കിടന്ന് കിടന്ന് ആരുമില്ലാതെ കുറേ ബുദ്ധിമുട്ടി ആ കാര്യത്തിൽ. അതാ പറഞ്ഞത്, പല മുഖങ്ങളും എനിക്കറിയാം, പേര് മറന്നു പോകും. പരിചയമുള്ള പലരും എൻ്റെ മുന്നിലുണ്ട്, പേരാണ് മറന്നു പോകുന്നത്. ഇനിയും ചിലപ്പോൾ നമ്മൾ തമ്മിൽ ജോൺ സാറെ ഓർമ്മയുണ്ട്, ഏപ്പൻ സാറിന് ഓർമ്മയുണ്ട്, പിന്നെ ശ്രീജാന്, പിന്നെ ബാലമാഷ് ഓർമ്മയുണ്ട്. ശ്രീജാൻ സാറിന് പിന്നെ എപ്പോഴും മിക്കവാറും ഞങ്ങൾ കാണും. അപ്പോൾ ശ്രീജാൻ പറയുന്നത് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, ശരിയായിരിക്കും. ഏതായാലും ഇനിയും ഇങ്ങനെ വയോജനത്തിലോ അല്ലാതെയോ പിന്നെ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ മേലെയുള്ള എമ്മീസാറിൻ്റെ ഒരു ഹോളില്ലേ, അവിടെ വെച്ചല്ലേ നമ്മൾ സാധാരണ കൂടാറുള്ളത്. അത്രയും മേലോട്ടൊന്നും കയറാനുള്ള കെൽപ്പ് എനിക്കില്ല. അതുകൊണ്ടാണ് മോള് കൈ പിടിക്കും. അതിനൊക്കെ പോകുന്നു. ഇനിയും കാണാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് എൻ്റെ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ഞാനെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വരിക. ആദരിക്കപ്പെട്ടവരാരെങ്കിലും സംസാരിക്കണമെന്ന് ഉണ്ടെങ്കിൽ